വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടോ കാണാതെയോ എനിക്ക് കണ്ണ് കാണാം റിവ്യൂ ഇട്ട നമ്മുടെ പ്രിയങ്കരായ യൂട്യൂബ് സിനിമാ നിരൂപകരുടെ റിവ്യൂസ്. വളരെ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സിനിമ. മൊത്തത്തിൽ ഒരു രസമുണ്ടായിരുന്നു സിനിമ. പേജിന്റെ സാധനങ്ങളൊക്കെ പ്രണവിന്റെ മുഖത്ത് രസമായി ചെയ്തിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് രോമാഞ്ചിഫിക്കേഷൻ വന്ന് നിൽക്കക്കള്ളി ഇല്ലാതെ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ചിലർ, മറ്റു ചിലർ എന്താ പിള്ളേച്ച കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത്? മോളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. വീണ്ടും ചിലർ, പിന്നെയും ചിലർ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. തീർന്നില്ല. ഒഴിവ് ദിവസങ്ങളിൽ 2 എണ്ണം അടിച്ച് OTTയിൽ സിനിമ കാണുന്ന ശീലമുള്ള ചേട്ടന്മാരുടെ മേൽപ്പറഞ്ഞ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ ഏതാണ്ട് ഇതുപോലെയായിരുന്നു. മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ടെക്നോളജി വളർന്നു പന്തലിച്ച് വന്നപ്പോൾ സിനിമാ വാരികയിൽ ഒരാഴ്ച മുമ്പ് കണ്ട സിനിമയുടെയും സ്പോർട്സ് മാസികയിൽ 1 മാസം മുമ്പ് നടന്ന ക്രിക്കറ്റ് മാച്ചിന്റെയും വിശകലന ലേഖനങ്ങൾ അരിച്ചുപെറുക്കി വായിക്കുന്നതൊക്കെ നിർത്തി സോഷ്യൽ മീഡിയയിൽ റിവ്യൂ നോക്കി നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തി മാത്രം സിനിമ കാണാൻ പോകുന്ന സുവർണകാലത്തിന്റെ ഒത്ത നടുവിലെത്തി അഭിമാനത്തോടെ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള അനുഭവം കിട്ടി പകച്ചു പോകുന്നത് പതിവായി വരുന്നത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. ഇതിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം? ആരിതിനും മുൻകൈ എടുക്കണം? എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ട്രോൾ മലയാളത്തിലേക്ക്. മോശം സിനിമയും നല്ല സിനിമയും തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നല്ലതെന്നോ ചീത്തയെന്നോ വിലയിരുത്താൻ സിനിമാ നിരൂപകർക്ക് അവസരമുണ്ട്, അവകാശവുമുണ്ട്. അതുപോലെ സിനിമാ നിരൂപണം നിലവാരമില്ലാത്തതാണെങ്കിൽ അത് വിമർശന വിധേയം ആക്കപ്പെടേണ്ടതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതും തന്നെയാണ്. ഇത് തങ്ങളുടെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സിനിമയെ പറ്റിയുള്ള വിമർശനങ്ങളും പ്രശംസകളും വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രസ്തുത വീഡിയോസ് കാണുന്ന സാധാരണക്കാരെ ആളുകൾ അവരുടെ അഭിപ്രായം തുറന്നു പറയുന്നത് ഉചിതമായത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് റിവ്യൂ കൊള്ളില്ല എങ്കിൽ ആരോഗ്യപരമായ വിമർശനങ്ങൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ സിനിമാ റിവ്യൂ മേഖലയുടെ നിലവാരം പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരൂ. ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് സത്യസന്ധമായി അഭിപ്രായം പ്രകടിപ്പിച്ച JBI TV യൂട്യൂബ് ചാനലിലെ JB ജോസഫിന് ഇരിക്കട്ടെ. ഊക്കോയുടെ വക ഒരു കുതിരപ്പവൻ. അദ്ദേഹത്തിന്റെ ചാനൽ വന്ന ചില കമന്റ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ സത്യസന്ധമായ സിനിമാ റിവ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ സിനിമാ ഇൻഡസ്ട്രിയുടെ നിലവാരം മെച്ചപ്പെടുത്താനും അത് ഉപകരിക്കും. അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നേട്ടം മാത്രമേ ഉണ്ടാവൂ. എങ്കിലും അതിര് കടന്ന വിമർശനങ്ങളും നിലവാരമില്ലാത്ത സിനിമകളെ അകമഴിഞ്ഞ് പ്രശംസിച്ച് ആവശ്യമില്ലാത്ത പ്രൊമോഷൻ നടത്തുന്നതും നിർത്തുന്നത് ഉചിതമായിരിക്കും. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സമകാലിക സിനിമാ നിരൂപണങ്ങളെ പറ്റിയുള്ള എന്റെയും സിനിമ കണ്ട് നിരാശരായ ഹതഭാഗ്യരുടെയും എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി പ്രത്യേകിച്ചും വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട്